ഹായ് ഓൾ. കപ്പാസിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി മാത്സ് ഓപ്ഷനിലെ ഗ്രൂപ്പ് 1 ആയ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് യൂണിറ്റ് 2വിലെ സോഷ്യൽ ഇൻജസ്റ്റിസ് ഓഫ് നാഷണൽ ഡെവലപ്മെൻറ്റ്, എഡ്യൂക്കേഷൻ ആസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഷെയർ ഓഫ് GDP ടു എഡ്യൂക്കേഷൻ എന്നീ ടോപ്പിക്കുകളാണ്. ഞങ്ങളിതൊരു ന്യൂസ് ഡിബേറ്റ് ആയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഹോപ്പ് യു ഓൾ എൻജോയ് ദിസ്. ഹലോ, ഗുഡ് ഈവനിങ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് 24x7 സ്വാഗതം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമാനമായ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എങ്ങും യുദ്ധത്തിൻ്റെ വാർത്തകൾ തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമാണ് രാഷ്ട്ര വികസനം. ഇന്ത്യ ഒരു വികസ്വര രാഷ്ട്രമാണ്. അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെ നമ്മുടെ രാഷ്ട്രം വികസ്വര രാഷ്ട്രത്തിൽ നിന്ന് വികസിത രാഷ്ട്രത്തിലേക്ക് എത്തിച്ചേരും? ഈ യാത്രയിൽ നാം ഏതൊക്കെ മേഖലയിലാണ് ശ്രദ്ധിക്കേണ്ടത്? ചർച്ച ചെയ്യാം. ഇന്നത്തെ പ്രൈം ടൈമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി ഷൈജ ടീച്ചർ, സാമൂഹ്യ പ്രവർത്തകയായ ചിന്താ ജോസഫ്, അടുത്തതായി അഭിഭാഷകനും ആക്ടിവിസ്റ്റുമായ രാഹുൽ ഈശ്വർ, അഭിഭാഷകയും രാഷ്ട്രീയ പ്രവർത്തകയുമായ ചിന്തു കൃഷ്ണൻ, മലയാള സിനിമ സീരിയൽ ലക്ഷ്മി പ്രിയ, ബിഗ് ബോസ് താരമായിരുന്നു ചർച്ച നമുക്ക് ആരംഭിക്കാം. 2018 ആരോഗ്യനീതിക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര ജേണൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലെ കണക്ക് പ്രകാരം ആ ഇടയിൽ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഉപയോഗം 34% നിന്ന് 47% കൂടിയെന്നാണ്. ഇത് നമ്മുടെ ഭാരതത്തിന്റെ ആരോഗ്യകരമായ വളർച്ചയെ തന്നെയാണെന്ന് സയൻറ്റിഫികർക്ക് തോന്നുന്നുണ്ടോ? പുതിയ ആരോഗ്യത്തിലേക്ക് കേൾക്കാൻ കഴിയുന്നില്ല. എന്തെങ്കിലും പ്രശ്നമാണെന്ന് തോന്നുന്നു. ഇത് പറയുന്നത് ഇപ്പോൾ കേൾക്കാൻ പറയാനുള്ളൂ. ഇത് ആരോഗ്യ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തും. ആരോഗ്യമാണ് ആധുനിക വികസനത്തിന്റെ അടിസ്ഥാനം. ഇന്ന് നമ്മുടെ നാട്ടിൽ ഡിജിറ്റൽ ഇന്ത്യയെ കുറിച്ചും AI കുറിച്ചും സംവിധാനത്തെ കുറിച്ചും നമ്മൾ വലിയ വീമ്പോടെ സംസാരിച്ചു. എന്നാൽ ഒരു ഗ്രാമത്തിൽ ഹെൽത്ത് സബ് സെന്ററിൽ ഈവൻ ഒരു തെർമോമീറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം എത്രമാത്രം വികസനം നമുക്ക് ഉണ്ടെന്ന് പറയാൻ. മെന്റൽ ഹെൽത്ത്, അഡോളസെന്റ് വെൽബീയിങ്, മെഡിക്കൽ എഡ്യൂക്കേഷൻ, കറപ്ഷൻ ഇവയെല്ലാം ടാക്കിൾ ചെയ്യാതെ നാഷണൽ ഡെവലപ്മെന്റ് സാധിക്കില്ല. എന്നാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ കാര്യങ്ങളിൽ കേരളം ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. ആരോഗ്യ മേഖലയെ പ്രയോറിറ്റി സെക്ടറാക്കി മാറ്റിയതും സയന്റിഫിക് പ്ലാനിംഗ് പകർന്നു നൽകാനായതും കേരള മോഡലിന്റെ ഒരു വലിയ വിജയം തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പാൻഡമിക് സമയത്ത് പലർക്കും നമുക്ക് ഷൈജ ടീച്ചർ വേണമെന്നായില്ലേ? പക്ഷേ അത് പൊളിറ്റിക്കൽ മൈലേജ് എടുക്കാൻ വേണ്ടി ആയിരുന്നില്ല, ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. കേന്ദ്രം പലപ്പോഴും ഒരു ഡബിൾ എൻജിൻ വളർച്ച എന്ന മുദ്രാവാക്യത്തിലൂടെ രാജ്യത്തിന്റെ സമഗ്ര വികസനത്തെ കൃത്രിമമായി ഉയർത്തി കാണിക്കുകയാണ്. പക്ഷേ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ ഡബിൾ എൻജിൻ ഒരുമിച്ച് പ്രവർത്തിക്കുകയല്ല, പരസ്പരം എതിർത്ത് നിൽക്കുകയാണെന്ന് തോന്നുന്നു. സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ ആരോഗ്യ മേഖലാ ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുമ്പോൾ അത് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളോട് കാണിക്കുന്ന അനാദരവാണ്. ഉദാഹരണത്തിന് കേരളത്തിൽ നിപ്പ വൈറസ് പോലുള്ള ഗുരുതരമായ രോഗങ്ങൾ വരുമ്പോൾ അതിന്റെ പ്രത്യാഘാതം ഒറ്റ സംസ്ഥാനത്തിന്റെ ഭാരം മാത്രമല്ല, രാജ്യത്തിന്റെ മൊത്തം ഉത്തരവാദിത്വമാണ്. ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വികസനം സാധ്യമാവുകയുള്ളൂ. എനിക്ക് പറയാനുള്ളത്, ആരോഗ്യ വ്യവസ്ഥ ശക്തമാവുമ്പോഴാണ് ഒരു രാജ്യം യഥാർത്ഥത്തിൽ വികസിച്ചെന്ന് പറയാനാവുക.
അതിനാൽ ആരോഗ്യ മേഖലയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കേണ്ടത് അനിവാര്യമാണ്. അപ്പൊ സൈന്റിസ്റ്റ് പറയുന്നത് ആരോഗ്യ മേഖലയിലെ വളർച്ചയ്ക്ക് വേണ്ട വിധം കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നില്ല എന്നതാണോ? അതെ, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ആരോഗ്യ മേഖലയിലെ പുരോഗതി കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടി ചേർന്ന് ചെയ്യുമ്പോഴാണ് നമ്മുടെ ആരോഗ്യ മേഖലയിൽ, അതായത് രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നത്. ഇതിനെപ്പറ്റി ചിന്താ ജെറോമിന് എന്താണ് പറയാനുള്ളത്? നമ്മുടെ ശൈലജ ടീച്ചർ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഇന്നത്തെ ഈ പുരോഗതിക്കുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിൻ്റെ നമ്മുടെ സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറേ പ്ലാൻസ് ആണ്. അതായത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ സർക്കാർ കൊണ്ടുവന്ന പുരോഗതിയാണ് നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് ഇത്രത്തോളം ശക്തമായ വളർച്ച കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചത്. അതായത് നമ്മുടെ വിദ്യാഭ്യാസം വർദ്ധിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? വ്യക്തി ശുചിത്വം അവിടെ വളർന്നു. വ്യക്തി ശുചിത്വം വളർന്നപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ COVID-19 നമ്മളെല്ലാവരും അഭിമുഖീകരിച്ചു. അതെങ്ങനെ എത്ര പെട്ടെന്നാണ് നമ്മൾ മറികടന്നത്? അതായത് നമ്മുടെ വാക്സിനേഷൻ, COVID-19 വാക്സിനേഷൻ കൊണ്ടുവന്നു. അതെന്ന് പറയുന്നത് ഈ ആരോഗ്യ മേഖലയിൽ നമ്മുടെ വിദ്യാഭ്യാസവും ഗവേഷണവും കൊണ്ടുവന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചതാണ്. ആരോഗ്യ മേഖലയുടെ ഈ പുരോഗമനം എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിൻ്റെ വളരെ മികച്ച ഒരു പ്രകടനമായി തന്നെ എനിക്ക് പറയാനായി സാധിക്കും. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലെ ഈ പുരോഗതി, എത്രത്തോളം പുരോഗതിയാണ് നമ്മൾ ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ കൈവരിച്ചിരിക്കുന്നത്? ആരോഗ്യ മേഖലയിലെയും വിദ്യാഭ്യാസ മേഖലയിലെയും പുരോഗതി എന്ന് പറയുന്നത് വളരെ വലുതാണ്. കേൾക്കുന്നില്ലേ ശ്രീ എസ് കെ ഞാൻ പറയുന്നത്? നമ്മളിവിടെ ആരോഗ്യ മേഖലയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ വിദ്യാഭ്യാസ രംഗം, അതായത് എത്രത്തോളം വലുതാവണം, അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തു. ഓക്കെ, ഇതിനെ പറ്റി എന്താണ് രാഹുൽ ഈശ്വർ താങ്കൾക്ക് പറയാൻ കഴിയുന്നത്? രാഹുൽ ഈശ്വർ കേൾക്കാമോ? കേൾക്കാമോ? പറഞ്ഞോളൂ. ഈ ചിന്താജെറോമ് മുൻപ് നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അവിടെ അവര് ബിരിയാണി കൊടുത്തു എന്ന് പറഞ്ഞ ടീമാണ്. അതിപ്പം വിശക്കുന്ന ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമല്ലേ? ഞങ്ങളുടെ സർക്കാരിന് അതിനെങ്കിലും സാധിച്ചു. മറ്റുള്ളവർ എന്താണ് ഈ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ചെയ്തത്? പിന്നെ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ കേരള മോഡൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇന്ന് കേരളത്തിലെ സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് ഏകദേശം 96%. വേറെ ഏത് സംസ്ഥാനത്തിനാണ് ഇത്തരം ഒരു സാക്ഷരതാ നിരക്ക് കൈവരിക്കാൻ സാധിച്ചത്? അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിൽ ഹൈടെക് ക്ലാസ് മുറികൾ, വൈഫൈ എനേബിൾഡ് ആയിട്ടുള്ള സ്കൂളുകളാണെന്ന് നമുക്കുള്ളത്. അതുപോലെ ടീച്ചേഴ്സിനൊക്കെ പഠിപ്പിക്കാൻ എന്ത് എളുപ്പമാണ്. പവർ പോയിന്റ് പ്രസന്റേഷനുകൾ കുട്ടികൾക്കായി കാണിച്ചു കൊടുക്കാനുള്ള സൗകര്യം, ഇതൊക്കെ നമ്മുടെ കേരളം ഒരു ബ്രാൻഡ് ആവുന്നതിന്റെ കാര്യമല്ലേ? ഒരു റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ലേ? അതുപോലെ തന്നെ ഫിൻലാൻഡ് മോഡൽ ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് എന്താണ് സാധിക്കുന്നത്? നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അന്താരാഷ്ട്ര പുരോഗതിയാണ് കൈവരിക്കാൻ പോകുന്നത്. ഈ അന്താരാഷ്ട്ര പുരോഗതി കൈവരിക്കുന്നതിലൂടെ എന്തെല്ലാം നേട്ടങ്ങളാണ് നമുക്ക് സാധിക്കുന്നത്? ഇന്നിപ്പോൾ കേരളത്തിൽ നിന്നൊരു ചെറുപ്പക്കാരൻ പുറത്തു പോയി കഴിഞ്ഞാൽ അവൻ പറയും, ഞാൻ കേരളത്തിൽ പഠിച്ചതാണെന്ന് അഭിമാനത്തോടെ അവന് പറയാനായി സാധിക്കും. നമ്മുടെ കേരളത്തിലെ ഈ വിദ്യാഭ്യാസ രംഗം കൊണ്ട് ഇത്തരത്തിലൊരു വിദ്യാഭ്യാസം നൽകാൻ നമ്മുടെ സർക്കാർ വഹിച്ച പങ്കെന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധേയമാണ്. അത് എനിക്ക് അടിയുറപ്പിച്ച് പറയാനായിട്ട് പറ്റും ശ്രീ എസ് കെ. അതെ, ശരിയാണ്. കാലഘട്ടത്തിലെ വിദ്യാഭ്യാസം വളരെ മുന്നോട്ട് കൂടി, അതായത് പതിയിൽ എത്തിക്കാനായിട്ട് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. രാഹുൽ ഈശ്വർ താങ്കൾക്ക് എന്താണ് പറയുന്നത്? വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞു. കേൾക്കാമോ? വിദ്യാഭ്യാസ കാര്യം ചിന്താജെറോം പറഞ്ഞു. എങ്കിൽ ഇവിടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് എന്നൊരു കാരണത്തെ പറ്റി അല്ലെങ്കിൽ എന്നൊരു കാര്യത്തെ പറ്റി എന്തുകൊണ്ട് അവരാരും സംസാരിക്കുന്നില്ല? 83% അൺഎംപ്ലോയ്മെന്റ് ആ റേറ്റിൽ മുന്നോട്ട് നിൽക്കുന്നത്. ഇന്ത്യൻ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് 2024 പ്രകാരം 35.5 ആയിരുന്നു നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. എങ്കിൽ ഇന്ന് അത് വീണ്ടും കൂടിയിട്ടുണ്ട്.
ഇല്ലാതെ നിൽക്കുന്നത് അത്ര ഈസിലാണ് ആളുകൾ ഇല്ലെന്ന് പറയാം. സീറ്റുകൾ താങ്കളുടെ സൗണ്ട് കേൾക്കുന്നില്ല. നിങ്ങൾക്ക് വരാം. ഇപ്പൊ കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ തന്നെ നമുക്ക് എടുക്കാം. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിൽ എത്ര ഡിഗ്രി കോഴ്സുകൾ, എത്ര ഡിഗ്രി കോളേജുകളിലാണ് സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഔട്ട്ഡേറ്റഡ് സിലബസ് ആണ്, കാലഹരണപ്പെട്ട സിലബസ് ആണ് അതിന് കാരണം. അതുകൊണ്ട് തന്നെ കുട്ടികളാരും ഇത് പഠിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അവര് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകുന്നു. അതാണ് മൈഗ്രേഷൻ. പണ്ട് പുറം നാടുകളിൽ അല്ലെങ്കിൽ ഗൾഫ് പോലുള്ള രാജ്യങ്ങളിൽ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ നോക്കാനായിട്ട് നമ്മൾ മമ്മൂട്ടിയുടെ സിനിമയൊക്കെ കണ്ടതാണ്. പത്തേമാരിയിലും ഒക്കെ ഗൾഫ് രാജ്യങ്ങളിൽ പോയി അവരുടെ കുടുംബങ്ങളൊക്കെ നോക്കാറുണ്ട്. ഇന്നതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇന്ന് ജർമ്മനി, UK, മിസ് ലക്ഷ്മി, അന്നത്തെ കാലത്ത് അതങ്ങനെയായിരുന്നു. അന്ന് പെണ്ണുങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റില്ലായിരുന്നു. പത്തേമാരിലൊക്കെ കയറി യാത്ര ചെയ്തവർക്ക് പോകാൻ സാധിക്കുമോ? ഇന്നവർ പോകില്ലെന്ന് ഞാൻ പറയുന്നത്. ഞാൻ ഒരു സ്ത്രീക്കും എതിരല്ല, അത് മനസ്സിലാക്കണം. ഞാൻ ഇന്നത്തെ അവസ്ഥയിലോട്ട് തിരിച്ചു വരാം. ജർമ്മനി, UK, USA അങ്ങനെ വിവിധ തരം രാജ്യങ്ങളിലോട്ട് ഇന്ന് കുട്ടികളുടെയും അത് കണക്കിന് ജോലി ചെയ്യാൻ പോകുന്നവരുടെയും കുത്തൊഴുക്കാണ് ഉണ്ടാവുന്നത്. വിസ റെസ്ട്രിക്ഷൻസ് ഒക്കെ പല രാജ്യങ്ങളും ഇപ്പോഴും നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. അവിടെ എന്തുകൊണ്ടാണ് അവർ പോകുന്നത്? അവിടെ ബെറ്റർ ആയിട്ടുള്ള ഒരു റെസ്പെക്ട് കിട്ടുന്നു, സാലറി കിട്ടുന്നു, അവരുടെ ജോലിക്ക് അവരുടെ വിദ്യാഭ്യാസം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇവിടെ അത് കിട്ടുന്നുണ്ട്. പക്ഷെ മൈഗ്രേഷൻ ചെയ്തതിൽ കൂടെ നമുക്ക് ഇവിടെയുള്ള നമ്മുടെ റിസോഴ്സിൽ നഷ്ടപ്പെടുന്നത്, അതിൽ ഫേക്ക് ഏജൻസീസിലൊക്കെ പെട്ട് എത്രയോ പേരുടെ കഷ്ടപ്പെടുന്നുണ്ട്. അതൊന്നും പുറം ലോകത്ത് നമ്മൾ അറിയുന്ന പോലും ഇല്ല. നമുക്കിവിടെ റിസോഴ്സ് നഷ്ടമാണ്. ഇന്ത്യക്ക് റിസോഴ്സ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഏറ്റവും വലിയ പ്രശ്നം മൈഗ്രേഷനിലൂടെ നമുക്ക് എക്കണോമിക് ഗ്രോത്ത് അല്ലേ ഉണ്ടാവുന്നത്? അതെന്താ നിങ്ങൾ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ പോകെ പോകെ നമുക്ക് ഇവിടെ ഒരു നമ്മുടെ ബ്രെയിൻ ഡ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ റിസോഴ്സുകളാണ് പോകുന്നത്. നമുക്ക് ഇവിടെ ഇന്ത്യയിൽ തന്നെ മെഡിസിൻ വന്ന് പഠിക്കുന്നത്, അത് കണക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ വന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെ ആഫ്രിക്കയിൽ നിന്നും മറ്റു പല രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷെ ഇവരെല്ലാം ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പുറത്താണ്. ഒരിക്കലും കേരളത്തിലോ ഇന്ത്യയിലോ ജോലി ചെയ്യാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല? ഈ സംസ്ഥാനത്തെയോ അല്ലെങ്കിൽ ഈ രാജ്യത്തെയോ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവർക്ക് വേണ്ട സെൽഫ് റെസ്പെക്റ്റോ അവർക്ക് വേണ്ട കാര്യങ്ങളോ ഒന്നും ഇവിടെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നില്ല. എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങളും ജീവിത നിലവാരങ്ങളും നമ്മൾ മെച്ചപ്പെടുത്തണം. അതിന് കേരളം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും മുന്നോട്ട് വരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. തന്നെയാണ്. എല്ലാവിധ സാമ്പത്തിക സഹായങ്ങളും കിട്ടുന്നുണ്ടല്ലോ. നമ്മുടെ സാമ്പത്തിക വളർച്ചയുടെ പ്രധാന ലക്ഷണങ്ങൾ തന്നെ തൊഴിലവസരങ്ങളുടെ വർധനയും നിക്ഷേപങ്ങളുടെ വർധനയും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും എല്ലാം അല്ലേ? ഈ നിക്ഷേപങ്ങളുടെ വർധന തന്നെ നമ്മുടെ മൈഗ്രേഷൻ കൊണ്ടല്ലേ നമ്മുടെ നിക്ഷേപങ്ങൾ കൂടുന്നത്. മൈഗ്രേറ്റ് ചെയ്ത് അവർ പുറത്തു പോകുമ്പോൾ അവരിടുന്ന പൈസകളെല്ലാം നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾക്ക് വേണ്ടിയല്ലേ സേവ് ആവുന്നത്. അപ്പൊ നമ്മുടെ സാമ്പത്തിക വളർച്ച കൂടുകയല്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതൊരു രാജ്യത്തിന്റെ ഒരു വർഷത്തിനുള്ളിൽ ഉത്പാദിപ്പിക്കുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യമാണ് GDP എന്ന് പറയുന്നത്. എന്നെ പോലുള്ളൊരു ഭജനയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു സാമ്പത്തിക പ്രശ്നവും വന്നിട്ടില്ല എന്ന് വരെ നിങ്ങളത് മനസ്സിലാക്കണം. സാമ്പത്തിക വളർച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു, ജീവിത നിലവാരം ഉയർത്തുന്നു. ഉദാഹരണത്തിന് നമ്മൾ അത് തന്നെയാണ്. നമ്മളിപ്പോ വീട്ടില് നമ്മൾ സ്ത്രീകൾ പാത്രം കഴുകാൻ എടുക്കുന്നു, പാത്രം കഴുകാൻ തന്നെ റോബോട്ട്സ് വരുന്നു. അതൊരു സാമ്പത്തിക ഗ്രോത്ത് അല്ലേ? നിങ്ങൾ ഓരോരുത്തരായിട്ട് പറയൂ. റോഡുകള്, സ്കൂളുകൾ, ആശുപത്രികൾ എല്ലാം പഴയ പോലെയാണോ ഇപ്പോ? എന്തൊക്കെയാണ് നമ്മുടെ ഈ ഡെവലപ്പിംഗ് നേഷൻ സൃഷ്ടിച്ചത്? ഡെവലപ്ഡ് നേഷനെ പറ്റി നമ്മൾ കമ്പയർ ചെയ്യേണ്ട. നമ്മുടെ ഡെവലപ്പിംഗ് നേഷനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പൊ ഉണ്ടായത്? ജനങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതികൾ എല്ലാം സർക്കാർ ഓരോ പദ്ധതികളായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നില്ലേ? ദേശീയ വരുമാനം കൂടുന്നില്ലേ? അങ്ങനെയൊക്കെ സാമ്പത്തിക വളർച്ച നടക്കുന്നു എന്നത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കാണാൻ കഴിയത്തില്ല. നമുക്കത് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ സെൻഡ് ചെയ്ത് നമ്മൾ അറിയുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ പേഴ്സിലെ വില കുറഞ്ഞ ഓരോ പച്ചമുളകിന് പോലും നമ്മൾ വേണ്ടതായ രീതിക്കുള്ള പൈസ കൊടുക്കുന്നുണ്ട് അല്ലേ? വളർച്ച നല്ലത് തന്നെ. പക്ഷെ അത് പവർ പോയിന്റ് സ്ലൈഡിൽ മാത്രം നിന്നാൽ ചായക്കടയിൽ വെച്ച് തന്നെ നമ്മൾ സാമ്പത്തിക ശാസ്ത്രം പഠിക്കേണ്ടി വരും അല്ലേ? ഓക്കെ. ഇപ്പം മൈഗ്രേഷനെ പറ്റിയും എക്കണോമിക് ഗ്രോത്തിനെയും പറ്റിയും പറഞ്ഞു. നമ്മുടെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ശരിയാവണ്ടേ? മൈഗ്രേഷനും
അതേപോലെ തന്നെ ഈ പറയുന്ന എഡ്യൂക്കേഷനിലും എല്ലാം ഇംപ്രൂവ്മെന്റ് ഉണ്ട് എങ്കിൽ പോലും ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും ടെക്നോളജിയും ഒക്കെ നല്ലപോലെ ഡെവലപ്പ് ആയെങ്കിൽ മാത്രമല്ലേ ഏതൊരു ഗവൺമെന്റിന്റെ കീഴിലാണെങ്കിലും രാഷ്ട്രം എന്ത് ചെയ്യത്തുള്ളൂ, പുരോഗതിക്കുകയുള്ളൂ. ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? പക്ഷേ നമ്മുടെ കേന്ദ്ര സർക്കാർ എന്തോരം പ്രോജക്റ്റുകൾ കൊടുക്കുന്നുണ്ട്. എന്നോട് സുരേഷ് ഏട്ടൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ? ഇതൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് രോക്ഷം കൊള്ളുന്നത്. എന്തുമാത്രം സാമ്പത്തിക ശ്രദ്ധ തന്നിട്ടുണ്ട് നമുക്ക്. എന്താണ് സുരേഷ് ഏട്ടൻ പറഞ്ഞത്? ലക്ഷ്മിപ്രിയ, കേന്ദ്രത്തിൽ നിന്ന് തന്നെ എത്രത്തോളം സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്? അത് എന്തെങ്കിലും നമുക്കിവിടെ പ്രാവർത്തികമായി കിട്ടുന്നുണ്ടോ? അത് കേന്ദ്രത്തിന്റെ കുഴപ്പം കൂടെ മാത്രമല്ല, ഇവിടെ പ്രവർത്തനം അല്ലെങ്കിൽ ഇവിടെ നടപ്പാക്കുന്നുണ്ടോന്ന് കേന്ദ്രം കൂടെ നോക്കണ്ടേ? അതെന്താണ് ലക്ഷ്യം മനസ്സിലാക്കാത്തത്? രാഷ്ട്രത്തിന്റെ വികസനത്തിന്റെ പല ഘടകങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. ഈ വികസനത്തിന്റെ വെല്ലുവിളികൾ കൂടി നമുക്ക് പറയാമല്ലോ, അല്ലേ? അഡ്വക്കേറ്റ് സിന്ധു കൃഷ്ണ, താങ്കളുടെ അഭിപ്രായം എന്താണ്? കേൾക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് സിന്ധു കൃഷ്ണ, റിയാസ് എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നു. റിയാസിന് ഒരവസരം കൊടുക്കുക. റിയാസ് പറഞ്ഞോളൂ. എല്ലാവരും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പിന്നെ എഡ്യൂക്കേഷനിലാണെങ്കിലും ശരി, എംപ്ലോയ്മെന്റിന്റെ കാര്യമാണെങ്കിലും എക്കണോമിക് ഗ്രോത്തും എല്ലാം ഇവിടെ എല്ലാവരും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ എല്ലാം ബേസിക് യൂണിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആണ്. ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് റോഡ്, റെയിൽവേസ്, എയർലൈൻസ്, ഇതെല്ലാം ഉണ്ട്. ഇപ്പൊ ഈ ഫെസിലിറ്റീസ് എല്ലാം നമുക്ക് ഉണ്ട് എങ്കിൽ പോലും അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ എല്ലാവരും ഓർക്കണം. ഇപ്പോൾ സർക്കാർ ഇവിടെ ശൈലജ ടീച്ചർ വന്നതിനൊക്കെ ചോദിച്ചു, നമ്മുടെ കേരള സർക്കാർ ഇങ്ങനെ ചെയ്യുന്നു, ഇതിന് എന്താണ് കേന്ദ്രത്തിന്റെ ഒരു സപ്പോർട്ട് ഇല്ല എന്ന് ശൈലജ ടീച്ചർ നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചാൽ നമ്മുടെ അടുത്ത് ചോദ്യം ചോദിക്കുകയാണ്. അത് അവരൊക്കെ പറയേണ്ടത്. അവരും കേന്ദ്രവും കേരളവും കൂടെ ഒരുമിച്ച് നിന്ന് ഇതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി, കേരളത്തിന്റെ ആണെങ്കിലും ശരി നാഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും അല്ലേ കേന്ദ്രവും കേരളവും ഒരുമിച്ച് നിന്ന് വേണ്ടി നമ്മുടെ ഡെവലപ്മെന്റ് ഉണ്ടാക്കേണ്ടത്. അതായത് നമ്മുടെ പോലുള്ള ആൾക്കാർക്ക് വന്ന് ചോദ്യം ചോദിക്കേണ്ട ആവശ്യം എന്താണ്? ഇപ്പോൾ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞ രീതിയിൽ എഡ്യൂക്കേഷൻ ആണെങ്കിലും ശരി, ഹെൽത്ത് സർവീസസ് ആണെങ്കിലും ശരി, എല്ലാം ഉണ്ട്, ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. പക്ഷെ മെയിൻറ്റെയിനിങ് ദാറ്റ് ഡെവലപ്മെന്റ് ഈസ് ദ ബേസിക് തിങ് ദാറ്റ് വി മസ്റ്റ് ഡു. Am I right? അതെ 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 റിയാസ്. ഈ എന്തോ തന്നെ ഉണ്ടെങ്കിൽ പോലും അത് നമുക്ക് നല്ലതുപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം, എങ്കിലല്ലേ അതിന് കാര്യമുള്ളൂ. ഓക്കെ, നമുക്കിനി ഇതിന്റെ വികസനത്തിന്റെ വെല്ലുവിളികളെ കുറിച്ചുകൂടി എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. അഡ്വക്കേറ്റ് ഇന്ത്യയിലെ ഈ ദേശീയ വികസനത്തിന് എതിരെ പോകുന്ന ഒരു പാർട്ടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ദേശീയ വികസനം എന്ന് പറഞ്ഞ ഒന്നും ചെയ്യുന്നില്ല. കുറെ പേര് ഭരിക്കുന്ന അല്ലെങ്കിൽ ഇലക്ഷൻ വരുമ്പോ മാത്രമേ ഇവർക്ക് വികസനം. ലക്ഷ്മിപ്രിയ ഇപ്പൊ പറഞ്ഞ ദേശീയ വികസനം അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. മോളെ സിന്ധു, ലക്ഷ്മിപ്രിയ എന്നല്ല, മാഡം ലക്ഷ്മിപ്രിയ എന്ന് വിളിക്കണം, അല്ലെങ്കിൽ ഈ ചർച്ച ഒരു കരച്ചിൽ ചർച്ചയാവും. ലക്ഷ്മിപ്രിയ ഇവിടെ കൃഷ്ണ, താങ്കളുടെ സൗണ്ട് കട്ടാകും. അഡ്വക്കേറ്റ് കൃഷ്ണ കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറഞ്ഞോളൂ. ഹലോ, ഇവിടെ ഈ ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട് ഇവിടെ ദേശീയ വികസനം നടക്കുന്നുണ്ടെന്നൊക്കെ. പക്ഷെ എവിടെ ദേശീയ വികസനം? റോഡ് ഉണ്ടാക്കിയ ഒരു മഴ വരുമ്പോ ഒഴിച്ചു പോകുന്ന റോഡാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇലക്ഷൻ കഴിയുമ്പോൾ വിദേശത്തേക്ക് പോകുന്ന ആൾക്കാരെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. റോഡ് ഉണ്ടാക്കുന്നു, സ്ഥലം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പൈസ തട്ടിയെടുക്കുക മാത്രമാണ് ഈ ഗവൺമെന്റ് ചെയ്യുന്നത്. അത് ഇവിടെ
പഠിച്ചോണ്ടിരിക്കുന്ന അങ്ങ് കേരളത്തിൽ പഠിച്ചോണ്ടിരിക്കുന്ന ആരായാലും രണ്ട് ഗവൺമെന്റ് ഇതാ ചെയ്യുന്നു. ആരോഗ്യ മേഖലയ്ക്കായാലും ഒന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല. അത് മനസ്സിലാക്കണം. ശൈലജ ടീച്ചർ ഇപ്പൊ ആരോഗ്യത്തെ കുറിച്ചിട്ട് പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നപ്പോ വയറ്റിനകത്ത് കത്രിക വെച്ച ആരോഗ്യ മേഖല ഇവിടെ ഉള്ളത്. അത് മനസ്സിലാക്കണം. ശൈലജ ടീച്ചർ കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ട്. എന്നാൽ ഇത് രാഷ്ട്രീയ വ്യക്തിഹത്യ നടത്താനുള്ള ഒരു വേദി അല്ലല്ലോ സിന്ധു കൃഷ്ണ. ഇതിപ്പോ വ്യക്തിഹത്യ അല്ല പറയുന്നത്, ഇവിടുത്തെ പോരായ്മകളാണ് പറയുന്നത്. ബസ് സ്റ്റാൻഡിലാന്ന് പറഞ്ഞ ഒരു കമ്പിയാ കൊണ്ടുവച്ചേക്കുന്നത്. അതിനകത്ത് ഞങ്ങൾ എവിടെ ഇരിക്കണം? കമ്പിക്കകത്ത് ഞങ്ങൾ വല്ല കുരങ്ങ് വല്ലതാണോ അതിനകത്ത് കയറി ഇരിക്കാൻ? എന്നിട്ട് 5 കോടി എന്നാണ് പറയുന്നത്. ഇത് മനസ്സിലാക്കണം നിങ്ങൾ. ഗവൺമെന്റ് റോഡ് പണിയെന്നും പറഞ്ഞ് 7 കോടി വാങ്ങുന്നത്. റോഡല്ല അവിടെ പണി വെക്കുന്നത്. മഴ വരുമ്പോൾ എന്ത് നല്ല റോഡുകളാണ് നമ്മുടെ സർക്കാർ ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് സിന്ധു കൃഷ്ണ. താങ്കൾ ഇതൊന്നും അറിയുന്നില്ലേ? താങ്കൾ ഈ നാട്ടിലല്ലേ ഉള്ളത്? നമ്മൾ ലണ്ടൻ മാതൃകയിലുള്ള റോഡുകൾ ആണ് ഇന്ന് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ വെയിറ്റിംഗ് ഷെഡുകളുടെ കാര്യം, എന്ത് നല്ല വെയിറ്റിംഗ് ഷെഡ്, അതായത് മഴ പെയ്താൽ നനയാതെയും വെയിൽ കൊള്ളാതെ നിൽക്കുന്ന തരത്തിലുള്ള വെയിറ്റിംഗ് ഷെഡുകളാണ് ഇന്ന് നമ്മുടെ സർക്കാർ പണിഞ്ഞിട്ടിരിക്കുന്നത്. ഇതൊന്നും സിന്ധു കൃഷ്ണ കാണാറില്ലേ? അവിടെ കയറി നിന്നാൽ മതിയോ? ഞങ്ങൾക്ക് അവിടെ ഒന്ന് ഇരിക്കാം. ഒരു 5 മിനിറ്റ് ഇരിക്കാനുള്ള സ്ഥലം ഇല്ലല്ലോ. ഇവിടെ ലക്ഷ്മിപ്രിയ ഇവിടെ പറഞ്ഞു ദേശീയ വികസനം നടത്തുന്നുണ്ടെന്ന്. ഈ ദേശീയ വികസനം ഞങ്ങളെ കാണാൻ കഴിയുന്നില്ല. ഈ റോഡൊന്നും റെഡി ആവുന്നില്ല. ഒരു വികസനം ഇവിടെ എല്ലാരും അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയുന്നതല്ലാതെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഫണ്ടാണ് കേരളത്തിന് വേണ്ടി മാറിയിട്ട് എന്നിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് ഫണ്ട് കൊടുക്കാനല്ലേ കഴിയുന്നുള്ളൂ. അത് ഇവരുടെ സർക്കാർ ചെയ്യാത്തതിന്റെ കുഴപ്പമാണ്, അല്ലാണ്ട് ഞങ്ങളുടെ കുഴപ്പമല്ല. ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം ചെയ്യുന്നുണ്ട്. വെട്ടിക്കുറച്ച ഫണ്ടുകളെ പറ്റി ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നില്ല. പ്ലാറ്റ്ഫോം ഫണ്ടുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ നന്നായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് മറ്റു സ്ഥലങ്ങളിലോട്ട് പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കാണ്ടിരിക്കരുത്. വിദേശത്തേക്ക് ടൂറുകൾ പോകണമെങ്കിൽ അത് നമ്മുടെ കേരളത്തിന് മികച്ച ഗുണങ്ങളാണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. വ്യക്തമായില്ല. വിദേശത്തേക്ക് നമ്മുടെ സർക്കാർ അധികൃതർ ടൂർ പോകുന്നുണ്ടെന്ന് അഡ്വക്കേറ്റ് സിന്ധു കൃഷ്ണ പറഞ്ഞു. എന്തിനു വേണ്ടിയാണ് ഈ ടൂറുകൾ നടത്തുന്നത്? നമ്മുടെ കൊച്ചു കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടല്ലേ ഫിൻലൻഡ് മാതൃകയും ലണ്ടൻ മോഡൽ റോഡുകളും എല്ലാം നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് എത്തിയത്. അതെന്താ സിന്ധു കൃഷ്ണ മനസ്സിലാക്കാത്തത്? ഈ ലണ്ടൻ മോഡല് റോഡൊക്കെ ഒരു മഴ പെയ്യുമ്പോ തീരാന്നുള്ളതേ എല്ലാ ജനങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. ആ ചിന്താചരവും അതെന്താ മനസ്സിലാകാത്തെ? ഒരു മഴ പെയ്യുമ്പോ ആ ലണ്ടൻ അങ്ങോട്ട് ഒലിച്ചു പോകും. അങ്ങനെ ഒലിച്ചു പോകുന്ന റോഡാണ് ഇവിടെ കേരളത്തിലുള്ളത്. ഒരിക്കലുമില്ല. ഞങ്ങളുടെ സർക്കാർ പണിയുന്നത് നല്ല ഉറപ്പുള്ള റോഡുകളാണെന്ന് ഉറപ്പോടെ തന്നെ ഞാൻ പറയുന്നുണ്ട് സിന്ധു കൃഷ്ണ. ഇതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് നാഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കിയാലും ഇവിടുത്തെ ആൾക്കാരുടെ മനോഭാവം ചേഞ്ച് വന്നില്ല എങ്കിൽ പിന്നെ ആ ഡെവലപ്മെന്റ് ഒരു കാര്യമില്ല. ഒരു ഹോമോസെക്ഷലായ ഞങ്ങളെ പോലുള്ള ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ഡെവലപ്മെന്റ് വന്നു എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ശരിയാണത്. ഒരു രാഷ്ട്രീയ പുരോഗതി അപ്പൊ ഓരോ അത് ഒരുമിച്ച് നിന്ന് ഈ ഒരു നമ്മുടെ രാജ്യത്തെ വികസിത രാഷ്ട്രത്തിൽ നിന്ന് വികസിത രാഷ്ട്രമാക്കി മാറ്റാൻ കഴിയും. അല്ലാതെ ഓരോ എല്ലാവർക്കും ഒരു സൊല്യൂഷൻ അതിന് കണ്ടുപിടിക്കാനായിട്ട് കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറി വരുന്ന രാഷ്ട്രീയ കളികൾ മാത്രം ഏത് പാർട്ടി ഭരിച്ചാലും ജനങ്ങൾക്ക് എന്ത് ചെയ്യാം? വികസന